प्रजा रामपूर्वा संध्या प्रवर्तते उत्तिष्ठनरशापूर्व മൈക്കോണായാലും എല്ലാവർക്കും പോകാം. നാളെ വരാൻ പറയാം. ഞങ്ങളോട് വരാൻ പറഞ്ഞത് ശ്രീറാം എങ്ങനെയായിട്ട് അവൻ പഠിക്കുന്നുണ്ടോ? അവനെപ്പോഴും റൂമിനുള്ളിൽ കഥ കറച്ച് ഫോൺ നോക്കിയിരിപ്പാണ്. പഠിപ്പിൽ ഒട്ടും ശ്രദ്ധയില്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമല്ല സാർ, അവൻ നന്നായി പഠിക്കുന്നുമുണ്ട്, പിന്നെ കുറച്ചു നേരം ഫോൺ നോക്കുന്നുമുണ്ട്. ഓ, കാലത്ത് ആരാ ഫോൺ നോക്കാത്തതുള്ള? ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ശ്രീറാമിനെ ഒന്ന് ശ്രദ്ധിക്കണം. മാർക്കെല്ലാം വളരെ കുറവാണ്. മാത്രമല്ല സ്കൂളിലുള്ള സംസ്കാരങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂട്ടുകാരുമായുള്ള അമിതമായ കൂട്ടുകെട്ടും ഫോൺ വിളികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മോനെ എനിക്കറിയാം സാർ, ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. അവൻ നല്ലവനാണ്. കുറ്റപ്പെടുത്തിയതല്ല. നാളത്തെ വാഗ്ദാനങ്ങളായി കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുന്നത് നിങ്ങളെ പോലെ ഞങ്ങൾക്കും ബാധകമായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ശരി, നിങ്ങൾക്ക് പോകാം. ഞാൻ പോലീസ് സ്റ്റേഷൻ
പറയാനൊന്നുമില്ലേ? ജീവിക്കണം. ഇങ്ങനെയുള്ളതൊന്നും ഞാൻ ആവർത്തിക്കില്ല. എനിക്ക് നല്ലതുപോലെ ജീവിക്കണം. എന്റെ മക്കളെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. മക്കളെ സ്നേഹിക്കണം, ലാളിക്കണം, പക്ഷേ ഒന്നും അധികമാവരുത്. നാം മക്കൾക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ അവർ എവിടേക്ക് പോകുന്നു, എന്തു ചെയ്യുന്നു എന്നൊക്കെ ശ്രദ്ധിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെട്ട് മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയാകാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, ഗുരുകൂതരെ ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു നല്ല തലമുറ വാർത്തെടുക്കാം. ഒന്നു മാത്രം എടുത്തു പറയട്ടെ: മക്കളെ ശിക്ഷിക്കേണ്ട സമയങ്ങളിൽ ശിക്ഷിക്കാനും തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ തിരുത്താനും നിങ്ങൾ ദയവ് ചെയ്ത് മടി കാണിക്കരുത്. മക്കൾക്ക് വെളിച്ചം പകരുന്ന വഴിവിളക്കാകാം നമുക്ക്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ നാടുന്ന വരം കണക്കി